KPSTA കായംകുളം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KPSTA കായംകുളം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കായംകുളം പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ചിട്ടുള്ള മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് KP ശ്രീകുമാർ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനായി കടക്കുന്നതിന് മുമ്പ്, സർക്കാർ ജീവനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കായി. കാരണം അതിനുശേഷം നിങ്ങൾ സർവീസ് രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും. നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ട തരത്തിൽ സമയം കണ്ടെത്തുവാനോ ചെലവഴിക്കുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ സ്വതന്ത്രരായി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഓരോ താല്പര്യങ്ങൾക്കനുസൃതമായി സംഘടനാ രംഗത്ത് നിലകൊള്ളുവാൻ താല്പര്യമുള്ളവർക്ക് സംഘടനാ രംഗത്ത് നിലനിൽക്കുവാൻ കഴിയും. മറ്റിതര മേഖലകൾ, ഇപ്പോൾ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത്തരം മേഖലകളിൽ എഴുത്ത്, വായന, എന്താണോ നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ കാലയളവ് നിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ തങ്ങളുടെ കുടുംബങ്ങളെ മുന്നോട്ട് നയിക്കുവാനും കഴിയുന്ന ഒരു വലിയ കാലയളവാണ്. അപ്പൊ അത്തരം ഒരു ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു വിശ്രമ ജീവിതം എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഒരിക്കലും ഒരു വിശ്രമ ജീവിതത്തിന്റെ കാലയളവല്ല 56 വയസ്സ്. 56 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാനും എല്ലാവിധ ആശംസ നേരുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഏറ്റവും ഉദാത്തമായ ഒരു ജോലി അല്ലെങ്കിൽ എന്താ പറയുക, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞവരാണ് നിങ്ങൾക്ക്. ഇനിയും എത്ര ഉന്നതമായ പദവി, ഇപ്പം നിങ്ങളതിൻ്റെ ഒരു ആസ്വാദനം ഇനിയും നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പലപ്പോഴും സാധാരണ സർക്കാർ ജീവനക്കാർ ആ സ്ഥാനത്തു നിന്നും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പോലീസുകാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉപജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ആറാട്ടുപുഴ അധ്യക്ഷനായി. സർവീസിൽ നിന്നും വിരമിച്ച റവന്യൂ ജില്ലാ പ്രസിഡന്റ് KN അശോക് കുമാർ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു ഉപഹാരം നൽകി ആദരവർപ്പിച്ചു. ഈ വിരമിക്കുന്നവരൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ. ഈ വരാനിരിക്കുന്നതൊക്കെ ഇതിനേക്കാളുമൊക്കെ വലുതാണ്. ഈ മേഖല എന്ന് പറഞ്ഞാല് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രീതിയിലേക്കാണ് കടന്നു പോകുന്നത്. നമുക്ക് വേണ്ട DA തരുന്നില്ല, നമ്മുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു, DA തരുന്നില്ല, സറണ്ടർ തരുന്നില്ല. പണ്ടൊക്കെ നമുക്ക് SLC വാല്യുവേഷനും SSKയുടെ ട്രെയിനിങ്ങിനും ഒക്കെ പോയാൽ സറണ്ടർ ചെയ്യാമായിരുന്നു. ആ സറണ്ടർ ഇല്ല. ഇതൊക്കെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന ഈ ഗവൺമെന്റ് നമ്മളിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ വാഴ്ത്തുപാട്ടുകാരായി കുറെ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണഭൂതനെ പാട്ടുപാടി പ്രചോദിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് അസോസിയേഷനും ചെയ്യുന്ന എല്ലാ നിമിത്തത്തിനും സിന്ദാബാദ് വിളിക്കുന്ന KST അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ, AKST അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ, ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട, തുറന്നു കാട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെയൊക്കെ നേതാക്കന്മാർ സ്വകാര്യമായി ഞങ്ങളോട് പറയും, സാർ നിങ്ങൾ ഇടപെടണം, ഞങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയില്ല, ഈ മേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ അവർ തുറന്നു പറയുന്നെങ്കിലും അവർക്ക് പുറത്തു പറയാനുള്ള ധൈര്യമില്ല. അവർ നമ്മളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് നമ്മളോട് പറഞ്ഞിട്ട് സമരം ചെയ്ത് മാറ്റിയെടുക്കാനാണ് അവർ. കഴിഞ്ഞ അക്കാദമിക് വർഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ സംസ്ഥാന സെക്രട്ടറി R തനൂജ ആദരിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം K രഘുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റവന്യൂ ജില്ലാ ട്രഷറർ രാജീവ് കണ്ടലൂർ, സംസ്ഥാന കൗൺസിലർ പ്രമോദ് ജേക്കബ്, SK സുരേഷ് കുമാർ, റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K ശ്യാംകുമാർ, സന്തോഷ്, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഗോകുൽജി കുറുപ്പ്, റവന്യൂ ജില്ലാ കമ്മിറ്റി അംഗം മനോജ് കുമാർ, വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഹരികൃഷ്ണൻ, ട്രഷറർ ഷിത, പത്തിയൂർ SKV HSS ഹെഡ്മിസ്ട്രസ് സുമംഗല ദേവി, ഉപജില്ലാ സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ജോയിന്റ് സെക്രട്ടറിമാരായ ആശ L ദീപ്തി രവി, മഞ്ജു പുളിയറ, ട്രഷറർ ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.